നരേന്ദ്രമോദി 11ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 11ന്റെ ഒരു പ്രഭാപൂരത്തിൽ തിളങ്ങി നിൽക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. ലോകരാജ്യങ്ങളുടെ ഇടയിൽ നടുനായകത്വം വഹിക്കുന്ന ഇന്ത്യ, ലോക നേതാക്കന്മാരുടെ ഇടയിൽ നടുനായകത്വം വഹിക്കുന്ന നരേന്ദ്രമോദി 2014 തുടങ്ങിയ ജൈത്രയാത്ര 2024 തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ഏതാണ്ട് ഒരു 2047 വരെയും ഒരു BJPയുടെ ഒരു കാലം തന്നെ ആയിരിക്കും ഇന്ത്യയിൽ. അത് 2014 നരേന്ദ്രമോദിയിലൂടെയാണ് തുടങ്ങിയത്. ഒരു മോദി പ്രാഭവം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയിൽ ഏറെ തിളക്കമാർജിച്ചിരിക്കുകയാണ്. 2014 തുടങ്ങിയ ഈ ജൈത്രയാത്ര 2024 എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ ലോകത്തിൻ്റെ നെറുകയിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിജയത്തിലൂടെയാണ് നരേന്ദ്രമോദി കൂടുതൽ തിളങ്ങി നിൽക്കുന്നത്. ആ വിജയം ഏത് തരത്തിൽ നേടിയെന്നും ഭീകരരെ ഏത് തരത്തിൽ അമർച്ച ചെയ്തു എന്നും ഭീകര താവളങ്ങൾ ഏത് തരത്തിൽ ഇല്ലാതാക്കിയെന്നും ഭീകരരെ വളർത്തുന്ന പാകിസ്ഥാനെ ഏത് തരത്തിൽ നേരിട്ടു എന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ സന്നാഹത്തെ തന്നെ ഭരണപക്ഷ നിരയിൽ നിന്നും പ്രതിപക്ഷ നിരയിൽ നിന്നും നരേന്ദ്രമോദി ഒരു ദിഗ്വിജയം പോലെ, ഒരു രാജസൂയ യാഗത്തിന് മുന്നോടിയായിട്ടുള്ള അശ്വമേധം പോലെ അങ്ങനെ അഴിച്ചുവിട്ടു. അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതെല്ലാം വിശദീകരിച്ച് വിജയം നേടി വന്നിരിക്കുകയാണ്. ആ അവസരത്തിലാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ 11ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നത്. പൗരത്വ ഭേദഗതി ബില്ല്, അങ്ങനെ പ്രധാനപ്പെട്ടിട്ടുള്ള വഖഫ് ഭേദഗതി ബില്ല്, ഇതൊക്കെ പാർലമെന്റിൽ കൊണ്ടുവന്ന് വിജയിച്ചിട്ടുള്ള ഒരു ഭരണകാലമാണ് നമ്മൾ 2014 മുതൽ ഇങ്ങോട്ട് കാണുന്നത്. ഇനി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഇത് വളരെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വളരെ നേട്ടങ്ങളുടെ ഒരു പട്ടിക തന്നെയാണ് പോക്കറ്റിൽ ഉള്ളത്. 2024 നരേന്ദ്രമോദി പറയുകയുണ്ടായി, ഇനി 400 കടക്കും എന്ന്. ഈ 400 കടക്കും എന്ന് നരേന്ദ്രമോദി എന്തുകൊണ്ടായിരിക്കാം പറഞ്ഞത്? ഒരുപക്ഷെ 3ാം വട്ടം BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പതനം മോദി മുന്നിൽ കണ്ടിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെ ഒരു മുമ്പേർ നടത്തിയതാണ് ഇനി 400ലേക്ക് എത്തുക എന്നുള്ളത്. അങ്ങനെ 400ലേക്ക് എത്തുക എന്നുള്ള ഒരു മുമ്പേർ നടത്തി, അതിലും കുറവായി വന്നു എങ്കിലും ഭരണത്തിൽ തുടരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതിനൊരു പക്ഷേ ഒരു സഖ്യകക്ഷിയിലേക്ക് പോകേണ്ടി വന്നു. ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും കൂടെ ചേർക്കേണ്ടി വന്നു. പലരും കരുതി നരേന്ദ്രമോദി അത് കൂടുതൽ സമ്മർദ്ദത്തിലെത്തിക്കും, NDA സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ. പക്ഷേ ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും ഇതിനോടൊപ്പം നരേന്ദ്രമോദിയുടെ മുന്നണിയോടൊപ്പം തന്നെ അങ്ങ് ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന നേതൃത്വവും BJPയെയും NDA മുന്നണിയെയും ഒരുപോലെ ഒന്നിച്ചു കൊണ്ടുപോവുകയാണ്. 2024 ഒരു ചെറിയ വീഴ്ച, അതായത് വേണ്ടത്ര സീറ്റ് കിട്ടിയില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ നിൽക്കുമ്പോൾ തുടർന്ന് അങ്ങോട്ട് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും BJP വലിയ വിജയം നേടുകയാണ് ചെയ്തത്. പൊതുതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ കഴിയാതിരുന്ന നിരാശ മറികടക്കാൻ BJPക്കും കേന്ദ്ര സർക്കാരിനും സാധിച്ചത് 2024 ഒടുവിൽ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. മഹാരാഷ്ട്രയിലെ ഒരു വലിയ വിജയം തന്നെയാണ്. ഭരണവിരുദ്ധ വികാരം തുണയ്ക്കുമെന്ന കോൺഗ്രസ് പ്രതീക്ഷ തകർത്താണ് ഹരിയാനയിലെ വലിയ BJP അധികാരം നിലനിർത്തിയത്.
അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊന്ന് ഡൽഹിയിൽ ചരിത്ര നേട്ടം കുറിച്ചു എന്നുള്ളതാണ്. രാജ്യം 2014 മുതൽ ഭരിച്ചു വരുമ്പോൾ രാജ്യ തലസ്ഥാനം ആം ആദ്മി നിലനിർത്തിക്കൊണ്ടു പോകുന്നത് BJPക്ക് ഒരു വലിയ ക്ഷീണം തന്നെ അനുഭവപ്പെട്ടു. അത് തകർക്കാനായിട്ട് 2024 സാധിച്ചു എന്നുള്ളതാണ്. BJPക്ക് ഏറ്റവും അനുകൂല ഘടകം ഡൽഹി നിയമസഭയിൽ സ്വന്തം സർക്കാർ ഭരിക്കുന്നു എന്നതാണ്. അതാണ് ഇതിനിടയ്ക്കുണ്ടായ ഈ 11 വർഷത്തിനിടയ്ക്കുണ്ടായ ഏറ്റവും വലിയ ചരിത്ര നേട്ടം. 2014 2019 സർക്കാരുകൾക്കില്ലാത്ത നേട്ടമാണ് കേന്ദ്രത്തിൽ മോദി ഡൽഹിയിൽ കേജ്രിവാൾ പതിവ് അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചത്. ആ മുദ്രാവാക്യമാണ് അവർക്ക് BJPക്ക് ഒരു ക്ഷതമേൽപ്പിച്ചത്. കേന്ദ്രത്തിൽ മോദി, ഡൽഹിയിൽ കേജ്രിവാൾ എന്ന് പറയുമ്പോൾ രാജ്യ തലസ്ഥാനം BJPക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 27 വർഷത്തിന് ശേഷം മുഖ്യ എതിരാളിയെ തൂത്തെറിഞ്ഞ് ഡൽഹിയിൽ താമര വിരിയിച്ചെടുത്ത ആം ആദ്മിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ കൃത്യമായി ഉപയോഗിച്ച് ജനവിധി അനുകൂലമാക്കാൻ മോദി ഷാ തന്ത്രത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ 3ാം വട്ടം പ്രധാനമന്ത്രി പദത്തിൽ എത്തിയതോടെ നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡിനൊപ്പം എത്തി എന്നുള്ളതാണ്. ഇത് 3ാം ഊഴത്തിൻ്റെ വാർഷിക ദിനത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ 11 വർഷവും 14 ദിവസവും പൂർത്തിയാക്കും. 46 ദിവസം കഴിയുമ്പോൾ പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായി ഇരുന്നതിൻ്റെ റെക്കോർഡിൽ ഇന്ദിരാഗാന്ധിക്കൊപ്പം എത്തും. അതായത് 11 വർഷവും 59 ദിവസവും. ഇതാണ് നരേന്ദ്രമോദിയുടെ ഒരു വിജയ കുതിപ്പെന്ന് പറയുന്നത്. ഇപ്പോൾ ലോകത്ത് എവിടെ എന്ത് സംഭവവികാസങ്ങൾ നടന്നാൽ പോലും ഇന്ത്യയുടെ വാക്കിന് വേണ്ടി ലോകം കാത്തിരിക്കുന്നുണ്ട്. നരേന്ദ്രമോദി എന്തു പറയുന്നു എന്നുള്ളത്. അമേരിക്കയുമായിട്ടുള്ള ഒരു വലിയ ബന്ധം അതെടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രതിപക്ഷത്തെ കോൺഗ്രസ് മുക്ത ഭാരതമാക്കി മാറ്റി എന്നുള്ളതാണ്. പ്രതിപക്ഷം അശക്തരായി തീർന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ അമരക്കാരനായിട്ട് ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഇനി ഇന്ത്യയിൽ നിലനിൽക്കാൻ കഴിയില്ല എന്ന് പോലും സ്വയം തോന്നി തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തെ പ്രശംസിക്കുന്നില്ല. മറിച്ച് അപ്പോഴും നരേന്ദ്രമോദിയുടെ ഫാസിസം, ഭരണകൂട ഭീകരത എന്നെല്ലാം പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. 2019 പ്രതീക്ഷയോടുകൂടി കേരളത്തിൽ വന്നു നിന്ന് മത്സരിച്ചതാണ്, വയനാട്ടിൽ വന്നു നിന്ന്. അപ്പോൾ ഒരു ഇളക്കമുണ്ടായപ്പോൾ പലരും പറഞ്ഞു 2019 രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന്. എവിടെ? വൻ പരാജയം ഏറ്റുവാങ്ങിക്കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ സ്വയം കമ്പൊടിച്ചിട്ടിട്ട് വിദേശത്തേക്ക് പോയി. ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ പല സ്ഥാനമാനങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് കണ്ടത്. ഇന്ത്യ ഹൃദയഭൂമിയിൽ കോൺഗ്രസിന് നിലം തൊടാൻ കഴിയാതായിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ആങ്ങളെയും പെങ്ങളും കേരളത്തിലെ വയനാട്ടിൽ വന്നു നിന്ന് മത്സരിച്ചത്. അതിലൂടെ പ്രധാനമന്ത്രിയായി കളയാം എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആ ആഗ്രഹം. അത് ഭാവി പ്രധാനമന്ത്രി എന്നുള്ളത് അതങ്ങനെ തന്നെ തുടരുകയാണ്. അത് രാഹുൽ ഗാന്ധിയുടെ സ്ഥിരം ഡെസിഗ്നേഷനായി നിൽക്കുകയാണ്, ഭാവി പ്രധാനമന്ത്രി എന്നുള്ളത്. ഇനിയും BJPയുടെ ഒരു കാലം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി BJP മാറി എന്നുള്ളതാണ്. അപ്പോൾ നരേന്ദ്രമോദി പല രീതിയിലും ലോകത്ത് അംഗീകാരത്തിൻ്റെ ഒരു പട്ടികയിലേക്ക് കടന്നിരിക്കുകയാണ്. പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാൻ ലോകത്ത് നടക്കുന്ന ഭീകരവാദത്തിൻ്റെ എല്ലാ ഉത്തരവാദിയാണെന്ന് തെളിയിക്കാൻ ഇന്ത്യക്ക് നിഷ്പ്രയാസം കഴിഞ്ഞു എന്നുള്ളതാണ്. ആ വിജയമാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു തിലകക്കുറി എന്നുള്ളത്. സാധാരണക്കാരെ ചേർത്ത് നിർത്തുക അദ്ദേഹത്തിൻ്റെ ഒരു പതിവായി തീർന്നിരിക്കുകയാണ്. പത്മശ്രീ അവാർഡുകൾ പോലും പ്രഖ്യാപിക്കുമ്പോൾ ഏറെക്കാലം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് വമ്പന്മാർക്കൊക്കെയാണ്, കുറേ പൊങ്ങന്മാർക്കാണ്, പ്രാഞ്ചിയേട്ടന്മാർക്കാണ്. അതെല്ലാം മാറി പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിൽ കഴിവുള്ളവരെ തേടിയെത്തി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്ത് നിരവധി കാര്യങ്ങളാണ് രാജ്യത്ത് നിന്നുള്ള
വിവരങ്ങൾ മോദിജിയിലൂടെ ലഭിക്കുന്നത്. അങ്ങനെ 11ാം വർഷവും പിന്നിട്ടിനിയും ആ ജൈത്രയാത്ര തുടരുന്നതിൻ്റെ യജ്ഞത്തിലാണ് മോദി, അമിത്ഷാ കൂട്ടുകെട്ടും BJPയും.